അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവിക നന്മകൾ നമ്മളൊന്ന് പറയുമ്പോഴേ അബ്രഹാമിൻ്റെ ജീവിതം നമുക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താൻ ദൈവവചനത്തിൽ ഉറയ്ക്കുന്നതായിട്ട് കാണുന്നു. റോമർ 4 പറയുന്നത് ദൈവം തന്നോട് തനിക്ക് തലമുറയെ കൊടുക്കാമെന്ന് പറയുന്ന ഘട്ടത്തിൽ ഏറെക്കുറെ ഒരു സാധ്യതയുടെ ഒരു ടൈമാണ്. പക്ഷേ താൻ വാർദ്ധക്യത്തിലേക്ക് ചെന്ന് 100-ാം വയസ്സിൽ വന്നു. ആ സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം താൻ ഗ്രഹിച്ചു. ആ സന്ദർഭത്തിലാണ് അപ്പോഴും ദൈവം മാറുന്നില്ല വാഗ്ദത്തത്തിൽ നിന്ന്. ദൈവം ഉറപ്പോടെ നിൽക്കുകയാണ്. പക്ഷെ തനിക്ക് ഏറ്റവും അവിടെ ബലം നൽകിയത് ദൈവം പറഞ്ഞ വാക്കുകളെ, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് പറഞ്ഞ ഐ വിൽ മേക്ക് യു എ ഫാദർ ഓഫ് മെനി നേഷൻ, ആ വാഗ്ദത്തം കടക്കുമ്പോൾ തന്നെ 2 കാര്യങ്ങൾ തനിക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വന്നു. ഒന്നാമത്തെ കാര്യം, ദൈവത്തെക്കുറിച്ച് ദൈവം ഒരു അറിവ് തനിക്ക് കൊടുക്കുകയാണ്. ഈ അറിവാണ് അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിക്കുന്ന ദൈവമാണ്. മനസ്സിലാക്കണം. രണ്ടാമത്, ഈ ദൈവം മരിച്ചതിന് ജീവൻ കൊടുക്കുന്ന ദൈവമാണ്. He gives life to the dead and he calls those things as not exist as the dead. അത് ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിക്കും. ഇത് തന്നിലേക്ക് വന്നപ്പോൾ തൻ്റെ സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വമോ തൻ്റെ ശരീരത്തിൻ്റെ ജീർണാവസ്ഥയോ താൻ മൈൻഡ് ചെയ്തില്ല. തനിക്ക് മനസ്സിലായി ഈ അവസ്ഥകളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. പിന്നീട് താൻ എന്ത് ചെയ്തു? ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കാൻ തുടങ്ങി. തൻ്റെ ശരീരത്തിൻ്റെയോ സാറയുടെ ഗർഭപാത്ര നിർജീവത്വമോ താൻ ഗ്രഹിച്ചിട്ടും താൻ വിശ്വാസം ക്ഷീണിച്ചില്ല. താൻ വിശ്വാസം ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വാഗ്ദത്തം ചെയ്തവന് നിവർത്തിപ്പാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം വിശ്വാസത്തിൽ നമുക്ക് ക്ഷീണിക്കാം, പക്ഷെ ക്ഷീണിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമുക്ക് സംശയിക്കാം. പക്ഷെ സംശയിക്കുന്നതിന് പകരം താൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്തോ മഹത്വം കൊടുത്തേ? തന്നോട് പറഞ്ഞതൊരു മനുഷ്യനല്ല, ഈ മരിച്ചവരെ ജീവിപ്പിക്കുക, ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം, മരിച്ചതിന് ജീവൻ കൊടുക്കുന്ന ദൈവം എൻ്റെ വിഷയം പരിഹരിക്കുവാൻ തനിക്കൊരു ഉറപ്പ് വന്നപ്പോഴാണ് നല്ല വാർദ്ധക്യത്തിൽ ദൈവം തനിക്ക് സാഹചര്യം കൊടുത്തു. ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയട്ടെ, ഇതിനെ കേൾക്കുന്ന ജീവിതങ്ങളെ, നിങ്ങൾ ദൈവവചനത്തെ നിങ്ങളുടെ സാഹചര്യവും ദൈവവചനമായിട്ട് കണക്ട് ചെയ്യല്. മീൻസ് നിങ്ങൾ എതിരായി അല്ലെങ്കിൽ അതിനെ പരിമിതിപ്പെടുത്തരുത്. അതാണ് എൻ്റെ കറക്റ്റ്. കാരണം ദൈവം പറഞ്ഞെങ്കിൽ ദൈവമാണ്, അത് അവനത് നിവർത്തിക്കും. ദൈവം നിങ്ങളുടെ അവസ്ഥയിൽ ഗിദെയോനെ ദൈവം വിളിക്കുമ്പോൾ ബലാൽക്കാരി എന്നാണ് വിളിച്ച്, മൈറ്റി വാരിയർ ഓഫ് ഗോഡ്. അവൻ പീഡിത്തൊട്ടനായിട്ട് നിൽക്കുകയാണ്. പത്രോസിനെ വിളിക്കുമ്പോൾ ദൈവം വാടി ഉലയുന്ന ഞാങ്ങണ ശീമോനല്ല, പത്രോസ് എന്നാണ് ദൈവം പറയും. ദൈവം വിളിക്കുമ്പോൾ അത് നിവർത്തിക്കാൻ ദൈവം ശക്തനാണ്. നിങ്ങൾ മറന്നുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾക്കും ഈ ദൈവത്തെ നിങ്ങൾ ആശ്രയിച്ചാൽ ഈ ദൈവം അത് പൂർത്തീകരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് പല കാര്യങ്ങളുണ്ട്. അവൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് നാം വിശ്വസിക്കണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉളവായി വരും. ദൈവം അനുഗ്രഹിക്കട്ടെ.